അന്തരീക്ഷത്തില് എന്റെ അമ്മ രാമേട്ടന്റെ ഒഴിവിലുള്ള താൽക്കാലിക വേക്കൻസിയില് വിഷ്ണുവേട്ടനാ കയറിയിരിക്കുന്ന. ഞാൻ അറിയാതെയുള്ള നിയമന. അതെങ്ങനെ മോനെ ശരിയാവുക? ഭാര്യയുടെ ഡ്രൈവറായി ഭർത്താവോ? കാണുന്നവർക്ക് എന്തു തോന്നും? അത് ശരി, കാണുന്നവരെ കൈയടിക്കും. കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ വിശാല മനസ്കതയെ അവര് വാനോളം പുകഴ്ത്തും. ഏത് ജോലിക്ക് അതിന്റേതായിട്ടുള്ള അന്തസ്സുണ്ടെന്നും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കളക്ടറെയാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ജനങ്ങൾ പരസ്പരം ഏറ്റു പറയും. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ശാലിനി വിഷ്ണു സാധാരണക്കാരുടെ കണ്ണിലുണ്ണിയായിട്ട് അങ്ങോട്ട് മാറും. അല്ല, ഇപ്പൊ തന്നെ ആണ് കേട്ടോ, പക്ഷെ കുറച്ചുകൂടി കൂടുതൽ ഉണ്ണിയാവും. അയ്യോ വേണമെങ്കിൽ അതിപ്പോ എന്റെ ഒരു ആഗ്രഹമാണ്. അതിനൊന്നും നമ്മൾ എതിരല്ല, പഠിക്കട്ടെ. പിന്നെ നല്ലൊരു ദിവസം നോക്കി നമുക്ക് ഈ ചടങ്ങ് അങ്ങ് നടത്താം. ഇരു കൂട്ടർക്കും സ്വീകാര്യമായ രീതിയിൽ അത് നടത്തണമെന്നേ ഉള്ളൂ. അതങ്ങനെ തന്നെ ഞാൻ ചെയ്യും. എന്റെ മകള് മതപരമായിട്ടല്ല, മനുഷ്യരായിട്ട് തന്നെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. അതുകൊണ്ട് പഠിത്തം തീരുമ്പോ നമുക്ക് ഇതിനെക്കുറിച്ച് ആലോചിക്കാം. അങ്ങളെ ഞാൻ പുറത്തേക്കാം. ശരി. നമ്മളൊന്നും ജീവിച്ചതുപോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതികൾ. അതെ, ഒന്നും ആരെയും അടിച്ചേൽപ്പിക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. എന്റെ മോളുടെ സന്തോഷമാണ് എന്റെ സംതൃപ്തി. വിഷ്ണു സാറോ? ഡ്രൈവർ വണ്ടി ഓടിച്ചാൽ മതി, ഡോറ് തുറന്നിറണ്ട. ഓക്കെ മാഡം, ഇനി മുതൽ അങ്ങനെ തന്നെ ആയിരിക്കും. വാതില് എന്താണ് മാഡം പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണേ? അല്ല, ഇതെപ്പോ സംഭവിച്ചു? ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ജില്ല ഭരിക്കുന്ന ജില്ലാ മജിസ്ട്രേറ്റൂടെ കളക്ടർ വരെ അറിഞ്ഞില്ലേ? പിന്നെയാണ് അവിടുത്തെ സ്റ്റാഫ് അറിയാൻ പോടെ. ഓ, അങ്ങനെയാണോ? പിന്നല്ലാതെ. അതേ, എനിക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് ഡൽഹിയിലും പിടിയുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായ. എന്നാലും വിഷ്ണു സാറേ, ഒരു സൂചന പോലും ആരും തന്നില്ലല്ലോ. ഏയ്, അതൊരു രഹസ്യമായിട്ടുള്ള നീക്കായിരുന്നല്ലോ. ഒരു അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള കളി. കളക്ടർ അറിഞ്ഞാലേ വല്ല ഉടക്കും വരുന്നോർത്ത് കളക്ടറുടെ പേഴ്സണൽ സെക്രട്ടറി പോലും അറിയിക്കാത്ത ഒരു കളി. ഇപ്പൊ മനസ്സിലായ? അതിന്റെ ഒരു ഗർവിലാണ് അനുമേടത്തിന്റെ മേടഭാഗത്തേക്ക് പോയത്, കണ്ടില്ലേ? എന്നാലും സാറേ. അയ്യോ, ചതിക്കരുത്. ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ. ഡ്യൂട്ടി സമയത്ത് നോ ഹസ്ബൻഡ് നോ കുടുംബം എന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സാറുവിളി വേണ്ട കേട്ടാ. ഓൺലി ഡ്രൈവർ. അതാവുമ്പോ കേൾക്കാൻ ഒരു സുഖമുണ്ട്. നമ്മുടെ അടുത്ത സ്ഥാനം ഓർമ്മ വരുമല്ലോ. എന്താ ചെയ്യാ? അല്ല, എന്നാലും ഇവിടെ എന്ത് മാജിക്കാ ഉപയോഗിച്ച? സംഗതി സിമ്പിൾ അല്ലേ കുട്ടി. എന്റെ പേരെന്താ? വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞ ആരാ? സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യ തേജസ് അല്ലേ? അപ്പൊ പിന്നെ തൂണിലും തുരുമ്പിലും ഒക്കെ ഉണ്ടാവില്ലേ? ഇപ്പത്തെ കളക്ടറേറ്റിലും ഉണ്ടായത് കരുതിയാ മതി. പിന്നെ ഈ ആദ്യ ദിവസമായോണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും വശമില്ലാത്തോണ്ട് ചോദിക്കുക. ഇവിടെ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണോ? അല്ല, അതായത് വല്ല ചായ വാങ്ങിച്ചു കൊടുക്കേ, അല്ലാതെ മറ്റെന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണോ? അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അയ്യോ, ഒന്നും വേണ്ടായേ. മാഡം വിളിക്കുമ്പോ ഞാൻ വിളിക്കാം. അപ്പൊ കൃത്യമായിട്ട് വണ്ടി കൊണ്ടുവന്ന് ഈ ഫ്രണ്ടിലിടണം. മാഡത്തിന് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഇടം കൊടുക്കരുത്. അതൊക്കെ. മാഡം, ഇതാ ബിൽഡിംഗ് എഞ്ചിനീയർ ആണ്. ഇദ്ദേഹം പറയുന്നത് ആ നിയമം നമ്മളെ കാര്യമായി ബാധിക്കില്ലെന്നാ. ഇദ്ദേഹമാണോ തീരദേശ പരിപാലന നിയമം എഴുതി ഉണ്ടാക്കിയത്? ആണോ? അല്ലല്ലോ.
അതല്ല മാഡം, ആ ബിൽഡിങ്ങിന് ഒരു ഒബ്ജക്ഷൻ പറയാൻ മാത്രം പ്രശ്നമില്ലെന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നാണോ മിസ്റ്റർ ജോൺ എബ്രഹാം പറയുന്നത്? അതല്ല മാഡം, ഈ ഒരു പ്രോജക്റ്റിന്റെ പേരില് ഒത്തിരി പണം ഇറക്കിയിട്ടുള്ളവര് ഇതൊന്ന് പണിതുയരാൻ വേണ്ടി കാത്തിരിക്കുക. ഇറക്കിയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവര്. മാഡം ഇങ്ങനെ ഇതിൽ കടുംപിടുത്തം കാണിച്ച ഞാൻ കടുംപിടുത്തം കാണിക്കും മിസ്റ്റർ ജോൺ എബ്രഹാം. കാരണം എന്റെ ജോലിയാണിത്. തീരദേശ പരിപാലന നിയമം നോക്കാതെ ആ ബിൽഡിംഗ് പണിത തീർച്ചയായിട്ടും കോടതി അതിൽ ഇടപെടും. പിന്നെ അത് പൊളിച്ചു കളയാനുള്ള ഫണ്ട് കൂടി കണ്ടെത്തേണ്ടി വരും. എറണാകുളത്തെ കാര്യം അറിയാലോ, ഫ്ളാറ്റ് നിലം പതിക്കുന്നത് കാണാനേ നല്ല രസമാണ്. പക്ഷെ അതിന്റെ പിന്നിലൊരു വേദന, അതില്ലാതാക്കാൻ ഇതുപോലൊരു മുൻകരുതൽ അത്യാവശ്യമാണ്. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ജോണിന് പോവാം. മാഡം, ഭരണപക്ഷത്ത് ഒരുപാട് സ്വാധീനമുള്ള ഗ്രൂപ്പായി വരേണ്ടത്. ഒരു എതിർപ്പുണ്ടായ ഭരിക്കുന്ന പാർട്ടിയല്ല എനിക്ക് ഈ കസേര തന്നത്. എന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ കസേരയിൽ നിന്ന് മാറ്റിയിരുത്താൻ പറ്റുമായിരിക്കും. എന്നേക്കുമായി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. യു ക്യാൻ ഗോ ജോൺ. മാഡം, I said you can go.